CPM അനുനയ നീക്കം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നിരാകരിച്ചതോടെ പാർട്ടി സെക്രട്ടറി കോടിയേരി തനി സ്വഭാവം പുറത്തെടുത്തു. മാടമ്പികളുടെ പിന്നാലെ പോകേണ്ട അവസ്ഥ CPMനില്ല. മാടമ്പിത്തരം മനസ്സിൽ വെച്ചാൽ മതി. തമ്പ്രാക്കന്മാരുടെ നിലപാടാണ് NSSനെന്നും കോടിയേരി ആഞ്ഞടിച്ചു. കേരള രക്ഷായാത്രയുടെ ഭാഗമായി ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമുദായിക സംഘടനയിലെ സാധാരണക്കാർ CPMനൊപ്പമാണ്. പണ്ടുകാലത്തെ തമ്പ്രാക്കന്മാരുടെ നിലപാടാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കുന്നവർ NSSലുണ്ട്. എന്നിട്ടാണ് NSS ജനറൽ സെക്രട്ടറി CPMനും സർക്കാരിനുമെതിരായ നിലപാട് എടുക്കുന്നതെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. ഇതോടെ CPM NSS പോര് അടുത്ത കാലത്തെങ്ങും അവസാനിക്കുന്നില്ലെന്ന് ഉറപ്പായി. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ NSSുമായി വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറാവാതിരുന്നു. എന്നാൽ ശബരിമല വിഷയത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും കോടതിയിൽ നിലപാട് മാറ്റാത്തതിനെ തുടർന്ന് സുകുമാരൻ നായർ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അതിനാൽ അവസാനത്തെ അനുനയ നീക്കം പരാജയപ്പെട്ട കോടിയേരി ആഞ്ഞടിക്കുകയായിരുന്നു. P. സുരേഷ് കുറുപ്പ് MLA ഉൾപ്പെടെ തുടക്കത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും മുഖ്യമന്ത്രിയും സർക്കാരും പാർട്ടിയും യുവതീ പ്രവേശനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. പെരിയ കൊലപാതകത്തെ വിമർശിച്ച കോടിയേരി കൊലയ്ക്ക് പകരം കൊല എന്നത് CPMന്റെ നയമല്ലെന്നും വ്യക്തമാക്കി. CPM ആക്രമണത്തിനെതിരെയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ നാടാണ് കേരളം എന്ന ദുഷ്പേര് മാറണം. ഇരട്ട കൊലപാതകത്തെ തുടർന്ന് പാർട്ടി എടുത്ത നിലപാട് മാതൃകാപരമാണ്. അതിനാൽ മറ്റുള്ളവരും ഇത് പിന്തുടരുമോ എന്നും കോടിയേരി ചോദിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ രാഷ്ട്രീയ സംവാദമാണ് നടക്കേണ്ടത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എല്ലായിടത്തും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയണം. അക്രമത്തിലൂടെ ഒരു പാർട്ടിയെയും ഇല്ലാതാക്കാൻ കഴിയില്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അത്രമാത്രം കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രളയത്തിൽ നശിച്ച കേരളത്തിന് നൽകിയ അരിക്ക് പോലും പണം വാങ്ങിയിട്ട് അമിത്ഷാ ഇവിടെ വന്ന് കല്ല് വെച്ച നുണ പറയുകയാണെന്നും കോടിയേരി ആരോപിച്ചു. നമ്മളോട് വൈര്യനിര്യാതന സമീപനമാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ കാണിക്കുന്നത്. കോൺഗ്രസിനും പല കാര്യങ്ങളിലും ഒരേ നിലപാടാണുള്ളത്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രാമക്ഷേത്ര വിഷയത്തിൽ പ്രകടിപ്പിച്ച അഭിപ്രായമാണോ UDFനുള്ളത്? ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം കൂടുതൽ വോട്ടും കൂടുതൽ സീറ്റും നേടും, അതിൽ സംശയമില്ല. ചില മാധ്യമ മേധാവികൾ UDF ഘടകകക്ഷി നേതാക്കളെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും കോടിയേരി ആരോപിച്ചു.